Hello, Cochlea. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഡേ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് വൈകിട്ട് 7:30 നമ്മുടെ ലൈവ് എൻ്റെ കുട്ടികൾ ആരും മിസ് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ടോപ്പിക്ക് മിസ് ഇപ്പോൾ പറയാൻ വന്നത് ഒന്നാമത്തെ കാര്യം, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 2-3 തരത്തിൽ ക്വസ്റ്റ്യൻസ് വരും. ഒന്ന് അതിൻ്റെ ഫ്ലോ ചാർട്ടാണ്, എങ്ങനെയാണ് ഹിയറിങ്ങിൻ്റെ ആ ഫ്ലോ ചാർട്ട്. രണ്ടാമത്തെ കാര്യം ഇതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ പറയും. മൂന്നാമത്തേതായിട്ട് നമ്മുടെ ചെവി എന്ന് പറയുന്നത് നമുക്ക് ഹിയറിങ്ങിന് മാത്രമല്ല അല്ലേ, ബോഡി ബാലൻസിങ്ങിന് കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോഡി ബാലൻസിങ് സാധ്യമാവുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു ഇയറിൻ്റെ ഡയഗ്രാം ഈസിലി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെവീനെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെവീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഏറ്റവും പുറമേ കാണുന്ന നമ്മുടെ പിന്ന അല്ലെങ്കിൽ ചെവിക്കുട. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൗണ്ട് വൈബ്രേഷൻസിനെ കളക്ട് ചെയ്യുന്നത്. സൗണ്ട് വൈബ്രേഷൻസ് അല്ല, സൗണ്ട് വേവ്സ് അല്ലെ, ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഫസ്റ്റ് ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇത് പോകുന്നത് ഒരു നാരോ ആയിട്ടുള്ള ഒരു കനാലിലേക്കാണ്. ഓക്കെ, ഈ കനാലിലാണ് നമ്മളുടെ സ്മോൾ ഹെയർസും അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മളുടെ കുഞ്ഞു കുഞ്ഞ് ഇയർ വാക്സുകളൊക്കെ കാണുന്നത്, നമ്മുടെ ചെവിയിലുള്ള ആ ഒരു മെഴുകൊക്കെ കാണുന്നത്. സോ ഇതാണ് നമ്മളുടെ ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം. സോ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ വഴി. അപ്പോൾ ആദ്യം നമ്മുടെ പിന്നയിൽ നിന്ന് എവിടേക്ക് എത്തി, നമ്മുടെ കർണനാളം അല്ലെങ്കിൽ നമ്മളുടെ ഓഡിറ്ററി കനാലിലേക്ക് എത്തി. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ചെവി വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു മെംബ്രെയിൻ, ഇവിടെ വലിച്ച് കെട്ടിയിട്ടുള്ള ഒരു സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു മെംബ്രെയിൻ കാണാം. ഓക്കെ, ഈ മെംബ്രെയിനെയാണ് നമ്മൾ പറയുക ടിംപാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ടിംപാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇതിനെ ടിംപാനം എന്ന് പറഞ്ഞാലും കറക്റ്റാണ് കേട്ടോ. കർണപടം എന്നുകൂടെ നമുക്ക് പറയാം, കർണപടം. സോ അടുത്ത പാത്വേ കിട്ടിയല്ലോ. അപ്പോൾ നമ്മളുടെ സൗണ്ട് വേവ്സ് അല്ലെ ശബ്ദ തരംഗങ്ങൾ ചെവിക്കുട വഴി എത്തി, ഓഡിറ്ററി കനാലിലെത്തി, പിന്നെ നമ്മളുടെ ടിംപാനത്തിലെത്തും. അപ്പോൾ ഈ ടിംപാനം ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് വേവ്സ് ഇവിടെ തട്ടുമ്പോഴേക്ക് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ വൈബ്രേഷൻസ് നേരെ കൊടുക്കുന്നത് നമ്മുടെ മധ്യകർണം അല്ലെ മിഡിൽ ഇയറിലേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് 3 അസ്ഥികളുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ 3 അസ്ഥികളുണ്ട്. ഇങ്ങനെയുള്ള 3 അസ്ഥികളുണ്ട്. സോ ഈ 3 അസ്ഥികൾ ഇങ്ങനെ ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ടിംപാനിക് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുമ്പം ഇയാൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ആൾ വൈബ്രേറ്റ് ചെയ്യും, അതാവുമ്പോൾ അത് അടുത്ത ആളിലേക്ക് എത്തും. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 അസ്ഥികളുടെ പേരാണ് മാലിയസ്, ഇൻകസ്, ദെൻ സ്റ്റേപ്പിസ്. ഇതിൽ സ്റ്റേപ്പിസ് ആണ് നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കെ, ഇവരെ 3 പേരെയും കൂടെ നമുക്കൊരു പേര് പറയാം, അതാണ് ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ അസ്ഥി ശൃംഖല. ഓക്കെ, മലയാളത്തിൽ അസ്ഥി ശൃംഖല എന്നാണ് പറയുക, ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ അസ്ഥി ശൃംഖല. റെഡി? ആൻഡ് ഇവിടെ നിന്നൊരു ട്യൂബ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ മിഡിൽ ഇയറിനെ ഫാരിങ്സ് അല്ലെങ്കിൽ ഗ്രസനിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയും. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി. അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ്റെ ട്യൂബിൻ്റെ ഫംഗ്ഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ, ടിംപാനിക് മെംബ്രെയിൻ്റെ ഇരുവശത്തുമുള്ള പ്രഷർ ബാലൻസ് ചെയ്യുക. അതായത് കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിച്ച് കറക്റ്റായിട്ട് നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ പ്രഷർ ബാലൻസ് ചെയ്യാണ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ടിംപാനിക് മെംബ്രെയിൻ. അതാണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് എന്താണ് ഇയർ ഓസിക്കിൾസിൻ്റെ ഫംഗ്ഷൻ, നമ്മളുടെ വൈബ്രേഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. എങ്ങോട്ടേക്ക്? ഇൻറ്റേർണൽ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തിലേക്ക്. വെറുതെ കടത്തി വിടുകയല്ല ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ കൊണ്ടുപോവുകയല്ല, ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്ഫർ. ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഇപ്പോൾ വൈബ്രേഷൻ ഇവിടെ ഒരു 1x ആണെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് അത് 3x ആക്കും. അതായത് വർദ്ധിപ്പിച്ച് ട്രാൻസ്ഫർ ചെയ്യും, കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ എത്തിക്കുന്നു. ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്ഫർ ദ വൈബ്രേഷൻസ്. ഓക്കെ, ഇനി നമ്മളുടെ ഇൻറ്റേർണൽ ഇയറിലേക്ക് കിടക്കുകയാണ്. ഇൻറ്റേർണൽ ഇയറിലാണ് നമ്മളെ കേൾവിക്ക് സഹായിക്കുന്ന കോക്ലിയ ഉള്ളത്. കോക്ലിയ.
ഈ കോക്ലിയൻ്റെ ഉള്ളിലാണ്, ഇതിങ്ങനെ ഒച്ചിനെ പോലെ ചുരണ്ട് കിടക്കുന്നതാണ് നമ്മളുടെ കോക്ലിയ. ഈ കോക്ലിയൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങളുള്ളത്. ഇവരാണ് നമ്മളുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അല്ലെ ശബ്ദഗ്രാഹികൾ. ഇതാണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്? ഇമ്പൾസസ് ഉണ്ടാവാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്നത്. ഈ ആവേഗങ്ങളെ കൊണ്ടുപോകുന്നതാണ് നമ്മളുടെ ഓഡിറ്ററി നെർവ്. ഓക്കെ, ശ്രവണനാഡി, ഓഡിറ്ററി നെർവ്, ശ്രവണനാഡി. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു ഫ്ലോ ചാർട്ട് എൻ്റെ മക്കൾക്ക് കിട്ടിയോ? നമ്മളുടെ പിന്ന, ഓഡിറ്ററി കനാൽ, ടിംപാനിക് മെംബ്രെയിൻ, ദെൻ ഇയർ ഓസിക്കിൾസ്, ആൻഡ് ഇവിടെ നമ്മളുടെ ഈ ഒരു സ്റ്റേപ്പിസ് ഇവിടേക്ക് കോക്ലിയയിലേക്ക് കണക്റ്റ് ആവുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു മെംബ്രെയിൻ. ഓക്കെ, ഈ മെംബ്രെയിനെയാണ് നമ്മൾ പറയുക ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ വഴിയാണ് ഇത് ആന്തരകർണത്തിലേക്ക് വൈബ്രേഷൻസിനെ അല്ലെ കമ്പനങ്ങളെ എത്തിക്കുക. ഇവിടെ വേറെ ഒരു മെംബ്രെയിൻ ഉണ്ട് കേട്ടോ, ഇത് ശരിക്കും ഇങ്ങനെ കുറച്ചുകൂടി അടുത്താണ് നിൽക്കുക. ഇത് മാറ്റി വരച്ചു തരാം. ഓക്കെ, ഇവിടെ മറ്റൊരു മെംബ്രെയിൻ ഉണ്ട്, ദാ ഇവിടെയായിട്ട്, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ മറ്റൊരു മെംബ്രെയിൻ ഉണ്ട്. അതിന് നമ്മൾ പറയും റൗണ്ട് വിൻഡോ. ഓക്കെ, റൗണ്ട് വിൻഡോ എന്നാണ് പറയുക. ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും ഉണ്ട്. ഓവൽ വിൻഡോ ആണ് എന്തിനു സഹായിക്കുന്നത്? സ്റ്റേപ്പിസിൻ്റെ വൈബ്രേഷൻസിനെ ഇൻറ്റേർണൽ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത്. സോ ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ, കോക്ലിയൻ്റെ ഉള്ളിലുള്ള ഹെയർ സെൽസ്, ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഓഡിറ്ററി നെർവ് സെറീബ്രത്തിൽ എത്തിക്കും. ഇനി നമുക്കറിയാം, നമുക്കിവിടെ ഇത് മാത്രമല്ല ഉള്ളത് അല്ലേ, ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ദേ മിസ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കിങ്ങനെ 3 സെമി സർക്കുലാർ കനാൽസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു വെസ്റ്റിബ്യൂളും ഉണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെമി സർക്കുലാർ കനാൽ അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ, ദെൻ ഇവിടെയായിട്ട് നമുക്കൊരു വെസ്റ്റിബ്യൂൾ. ഇവർ രണ്ടുപേരുമാണ് നമ്മളെ കേൾവിക്ക് സഹായിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ നിന്ന് പോകുന്ന ഒരു നെർവ് ഉണ്ട്, നമ്മളെ ശ്രവണനാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് പോലെ തന്നെ വെസ്റ്റിബ്യൂളിൽ നിന്ന് പോകുന്ന ഒരു നെർവ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുക വെസ്റ്റിബുലാർ നെർവ്. ഓക്കെ, വെസ്റ്റിബുലാർ നെർവ്, വെസ്റ്റിബുലാർ നാഡി. അപ്പോൾ ഇവിടെ എക്സാമിന് ചോദിക്കാറുള്ളത് കൂടുതലായിട്ടും ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിനെ അടയാളപ്പെടുത്താൻ, കോക്ലിയനെ അടയാളപ്പെടുത്താൻ, ടിംപാനത്തിനെ അടയാളപ്പെടുത്താൻ, ഇയർ ഓസിക്കിൾസിൻ്റെ ഫംഗ്ഷൻ, ഓക്കെ, ഇതൊക്കെയാണ് അടയാളപ്പെടുത്താൻ ചോദിക്കുക. പിന്നെ ഫ്ലോ ചാർട്ടാണ് പറയുക. അപ്പോൾ ഫ്ലോ ചാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? അതെ, 1 പിന്ന, രണ്ടാമത്തത് ഓഡിറ്ററി കനാൽ, മൂന്നാമത്തത് ടിംപാനം, നാലാമത്തതായിട്ട് ഇയർ ഓസിക്കിൾ, അഞ്ചാമത്തതായിട്ട് ഓവൽ വിൻഡോ വഴി കോക്ലിയ. കോക്ലിയൻ്റെ ഉള്ളിലുള്ള ഹെയർ സെൽസ് ഇമ്പൾസസ് ഉണ്ടാക്കുമ്പോൾ ആ ആവേഗങ്ങളെ ഓഡിറ്ററി നെർവ് എവിടേക്ക് കൊണ്ടുപോകും? നമ്മുടെ സെറീബ്രത്തിൽ എത്തിക്കുമ്പോൾ നമുക്ക് കേൾവി സഹായിക്കും. ഓക്കെ, ഇനി നമ്മളുടെ ബോഡി ബാലൻസിങ്ങിനാണെങ്കിലോ, ബോഡി ബാലൻസിങ്ങിനെ സഹായിക്കുന്നത് നമ്മളുടെ ഈ ഒരു സെമി സർക്കുലാർ കനാൽസ് ആണ്. അപ്പോൾ അതാ സെമി സർക്കുലാർ കനാൽസ്. റെഡി? ഇങ്ങനെ ഉള്ളത് ഇവരെല്ലാവരും നമ്മൾ പറഞ്ഞ ഒരു കേസിൻ്റെ ഉള്ളിലാണുള്ളത്. ഇങ്ങനൊരു കേസിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇതൊരു കേസാണ്. അപ്പം ഈ കേസിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, ഓക്കെ, യെസ്. അപ്പോൾ ഈ കേസിൻ്റെ ഉള്ളിൽ ആണ് ആരുള്ളത്? നമ്മളുടെ ഈ ഒരു ഇൻറ്റേർണൽ ഇയർ ഉള്ളത്. അപ്പോൾ ഈ കേസിനുള്ളിൽ ഈ മഞ്ഞ കളർ വരച്ച ഭാഗങ്ങൾ എന്താണ്? പെരി ലിംഫ് എന്ന് പറയുന്ന ദ്രാവകമാണ്. ബോണി ലാബിരിന്തിൻ്റെ ഉള്ളിൽ, ഒരു അസ്ഥികൂടത്തിനുള്ളിൽ ഇതാണ് ബോണി ലാബിരിന്ത്. ഈ ബോണി ലാബിരിന്തിനകത്ത് നമുക്ക് പെരി ലിംഫ് ഉണ്ട്. ഇതേ സാധനം കോക്ലിയയിലും ഉണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ നമ്മളുടെ ഈ കേസിനകത്ത്, ഓക്കെ, അതായത് ഈ മെംബ്രെയിനസ് ആയിട്ടുള്ള ഇതിനകത്ത്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെംബ്രെയിനസ് ആയിട്ടുള്ള സംഭവത്തിനകത്ത് നമുക്കുള്ള ഫ്ലൂയിഡാണ് ഇത് എൻഡോലിംഫ്. അപ്പോൾ നമ്മളിങ്ങനെ തലയുടെ ചലനത്തിനനുസരിച്ച് എന്ത് മൂവ് ചെയ്യും? നമ്മളിങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കില്ലേ? അങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കുന്ന സമയത്ത് ഈ ദ്രാവകങ്ങൾക്ക് ചലനം ഉണ്ടാക്കും. ഈ ദ്രാവകങ്ങൾ ചലിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് ഹെയർ സെൽസ് ഉണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഈ വെസ്റ്റിബ്യൂളിൽ ഇവിടെയൊക്കെ നമുക്ക് ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് അല്ലെ രോമകോശങ്ങൾ ഇളകും. രോമകോശങ്ങൾ ഇളകുന്ന സമയത്ത് ആവേഗങ്ങളുണ്ടാവും. ആ ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന ആളാണ് നമ്മളുടെ വെസ്റ്റിബുലാർ നെർവ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ തലയുടെ ചലനം അനുസരിച്ചാണ് ഇതുണ്ടാവുക. ഈ വെസ്റ്റിബുലാർ നെർവ് ഈ ഒരു ആവേഗങ്ങളെ സെറിബെല്ലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശരീര തുലന നില പാലിക്കപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ബോഡി ബാലൻസിങ് സംഭവിക്കുന്നത്. ഇതിൻ്റെത് ചോദിക്കാം, അതേപോലെ തന്നെ ഈ ഫ്ലോ ചാർട്ട് ചോദിക്കാം, ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും ചോദിക്കാം. ഇത് നമുക്കൊക്കെ ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു കേസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു ഡയഗ്രാം വെച്ചത്. ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു പർപ്പിൾ കളറിൽ കാണുന്നതാണ് ബോണി ലാബിറിൻത്ത് അല്ലെങ്കിൽ ആ ഒരു കേസ്, അസ്ഥികൂടം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണത്. ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് പെരി ലിംഫ് കാണാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആ നീല കളറാണ് നമ്മളുടെ മെംബ്രെയിനസ് ലാബിറിൻത്ത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ എൻഡോലിംഫ് കാണാം, ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലെയറിൻ്റെയും ഇതിൻ്റെ ഇടയിലും ഇവിടെയാണ് നമ്മളുടെ ആരെ കാണുന്ന ഹെയർ സെൽസ്, രോമകോശങ്ങൾ. ഇതാണ് ഇതെങ്കിൽ ഇവിടെ ആയിട്ട്. അപ്പോൾ ഈ ഒരു മെംബ്രെയിനെ നമ്മൾ ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയും. ബേസിലാർ മെംബ്രെയിന് ഹെയർ സെൽസിനെയും ചേർത്ത് നമ്മളൊരു പേര് പറയും. ആ പേരെൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും കൂടി ചേർത്ത് നമ്മളൊരു പറയുന്നൊരു പേര്. അതാണ് നമ്മളെ ഹിയറിങ്ങിനെ സഹായിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് അത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇന്ന് വൈകിട്ടുള്ള നമ്മുടെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക. നമ്മൾ ബയോളജി ആൻഡ് കെമിസ്ട്രി എക്സാം തകർക്കുന്നതായിരിക്കും.